1921 പരിയങ്ങാട് മാപ്പിള എലിമെന്ററി സ്കൂളായി ആരംഭിച്ച ഗവൺമെന്റ് ഹൈസ്കൂൾ അഞ്ചച്ചവടി ഇന്ന് ശതാബ്ദിയും പിന്നിട്ട് പടർന്ന് പന്തലിച്ച അക്ഷരവൃക്ഷമാണ്. വൈവിധ്യമാർന്ന പാഠ്യേതര പ്രവർത്തനങ്ങൾ കൊണ്ട് ശ്രദ്ധേയമാണ് ഈ പൊതുവിദ്യാലയം. ഹൈടെക് ക്ലാസ് മുറിയും ആധുനിക സൗകര്യത്തോടെയുള്ള വിശാലമായ കമ്പ്യൂട്ടർ ലാബും ഒരുക്കാൻ സ്കൂളിനായിട്ടുണ്ട്. വിജയസ്പർശം പഠന ക്യാമ്പുകൾ, SSLC കുട്ടികൾക്ക് വിജയതീരം സ്റ്റഡി മെറ്റീരിയൽസ്, അവധികാല പ്രവർത്തനങ്ങളുടെ ഭാഗമായി കളിയോടൊപ്പം പദ്ധതി, സിവിൽ സർവീസ് ഓറിയന്റേഷൻ പ്രോഗ്രാമായ ഭാവിക, പ്രീ LSS, പ്രീ USS കോച്ചിംഗ് ക്ലാസുകൾ, 100% SSLC വിജയം ഉറപ്പുവരുത്തുന്ന സഹവാസ പഠന ക്യാമ്പുകൾ തുടങ്ങിയവ മികച്ച അക്കാദമിക ആസൂത്രണത്തിന്റെ ഉദാഹരണങ്ങളാണ്. അധ്യാപകർക്ക് പ്രത്യേക പരിശീലനവും നൽകി വരുന്നുണ്ട്. നാട്ടിലെ ക്ലബ്ബുകളിൽ അക്ഷരക്കൂട് ഒരുക്കൽ, അമ്മ ലൈബ്രറി, വിദ്യാർത്ഥികൾക്ക് റോബോട്ടിക് പരിശീലനം, അമ്മമാർക്ക് കമ്പ്യൂട്ടർ ട്രെയിനിങ് തുടങ്ങിയവ നടത്തുന്ന ലിറ്റിൽ കൈറ്റ്സ്, വിദ്യാർത്ഥികളിൽ അച്ചടക്കവും പൗരബോധവും സേവന മനോഭാവവും ഊട്ടിയുറപ്പിക്കുന്ന SPC, JRC, സ്കൗട്ട് യൂണിറ്റുകൾ സ്കൂളിന്റെ അഭിമാനമാണ്. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ പരിശീലനത്തിനായി LED ബൾബ് നിർമ്മാണം, ചവിട്ടി നിർമ്മാണം, തയ്യൽ പരിശീലനം, പാചക പരിശീലനം, കുട്ടികളിൽ സമ്പാദ്യശീലം വളർത്താനായി പലതുള്ളി സമ്പാദ്യ പദ്ധതി, സ്കോളർഷിപ്പ് പരീക്ഷയും, കായികശേഷി വികസനത്തിനായി ഗെയിംസ്, കരാട്ടെ പരിശീലനവും പ്രത്യേകം പരാമർശിക്കേണ്ടതാണ്. കുട്ടികൾ വീടുകളിൽ ചെന്ന് രോഗീ പരിചരണം നടത്തുന്ന SIT പദ്ധതി, അഗതി മന്ദിരത്തിന് സഹായം നൽകൽ, രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പൊതിച്ചോർ വിതരണം, സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ, 40ഓളം പേരുടെ രക്തദാനം, അംഗനവാടി കുട്ടികൾക്ക് കളിക്കോപ്പ് നൽകൽ, സ്കൂളിലെ ഭിന്നശേഷി കുട്ടികൾക്കായി സൗജന്യ വിനോദയാത്ര, നിർധന കുടുംബങ്ങൾക്ക് ഡ്രസ് ബാങ്ക്, സമൂഹ മനോഭാവം വളർത്താൻ ഹോണസ്റ്റി ഷോപ്പ്, ലഹരിക്കെതിരെ ഫ്ലാഷ് മോബ്, എല്ലാ കുട്ടികളുടെയും വീടുകളിലെ ജലപരിശോധന, ഉപയോഗശൂന്യമായ പേനകൾ നിക്ഷേപിക്കാൻ പെൻ ബോക്സ്, മിഠായി കവറുകൾ ശേഖരിക്കാൻ നുണഞ്ഞു തീർന്ന മധുരം പദ്ധതി, പറവകൾക്ക് പാനപാത്രം ഒരുക്കൽ, ജൈവ കൃഷിയും എല്ലാ വീട്ടിലും കപ്പ കൃഷി പദ്ധതിയും വിജയകരമായി നടത്തിവരുന്നു. ഇത്തരം മികവാർന്ന പ്രവർത്തനങ്ങളുടെ ഫലമായി സ്കൂൾ അതിന്റെ വിജയഗാഥ തുടരുകയാണ്. ഇതോടൊപ്പം GHS അഞ്ചച്ചവടിയുടെ 2025-26 അധ്യയന വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു. പ്രീ പ്രൈമറി, LP, UP, HS വിഭാഗങ്ങളിലായി 1400-ൽ പരം കുട്ടികൾ നിലവിൽ ഈ വിദ്യാലയത്തിൽ പഠിക്കുന്നു. ഹെഡ് മിസ്ട്രസ് സിന്ധു ടീച്ചർ, ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ മുജീബ് മാസ്റ്റർ, സ്റ്റാഫ് സെക്രട്ടറി നിസാർ മാഷ്, ജനറൽ SRG കൺവീനർ രാകേഷ് എം, UP SRG കൺവീനർ ഉബൈദുള്ള മാഷ്, LP SRG കൺവീനർ അലേക്ബർ മാഷ്, കൂടാതെ PTA പ്രസിഡന്റ് റഷീദ് അലി KT, വൈസ് പ്രസിഡന്റ് പുത്താൻ, SMC ചെയർമാൻ ശ്രീ ഇബ്രാഹിം, SSG ചെയർമാൻ ശ്രീ കുഞ്ഞാപ്പ ഹാജി, MTA പ്രസിഡന്റ് സുബൈദ തുടങ്ങിയവർ നേതൃത്വം നൽകുന്ന ശക്തമായ PTA, SMC, MTA, SSG കമ്മിറ്റികൾ സ്കൂൾ വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നു. ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ കിരീടം ധരിപ്പിച്ച് പഠനോപകരണ കിറ്റും ബലൂണും പായസവും നൽകി നവാഗതരെ വരവേറ്റുകൊണ്ട് 2025-26 അധ്യയന വർഷത്തെ പ്രവേശനോത്സവം വർണ്ണാഭമാക്കി. ജൂൺ 5 പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഭാഗമായി കാളികാവ് കൃഷി ഓഫീസർ സമീർ VM ഫലവൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്യുകയും കുട്ടികൾക്ക് കൃഷിയിലെ ബാലപാഠങ്ങൾ പകർന്നു നൽകുകയും ചെയ്തു. സ്കൂൾ സൗന്ദര്യവൽക്കരണം, വീട്ടിൽ ഒരു തൈനടൽ, ക്ലാസ് സൗന്ദര്യവൽക്കരണം, ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളും ഇതിനോടനുബന്ധിച്ച് നടത്തപ്പെട്ടു. ബലിപെരുന്നാളിന്റെ ഭാഗമായി മെഹന്തി ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് പ്രതിജ്ഞ, സംഗീത ശില്പം, കിസ് എന്നിവ നടത്തപ്പെട്ടു. വായനാ മാസാചരണത്തിന്റെ ഭാഗമായി ജൂൺ 19 വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരം, വീട്ടിലൊരു പുസ്തകക്കൂട്, അമ്മ വായന, ക്ലാസ് ലൈബ്രറി നവീകരണം, അക്ഷരമരം തുടങ്ങിയ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു.
അമ്മ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ പുസ്തകാസ്വാദനക്കുറിപ്പ് മത്സരം സംഘടിപ്പിച്ചു. വായനാ മാസാചരണത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ട് പ്രമുഖ എഴുത്തുകാരൻ കുഞ്ഞുമുഹമ്മദ് അഞ്ചച്ചവടിയുടെ പുസ്തക ചർച്ചയും മുൻ അധ്യാപകനായ യശോധരൻ മാസ്റ്റർ അഞ്ചച്ചവടിയിലെ അനുഭവം പങ്കിട്ട് സ്കൂളിനായി 50ഓളം ലൈബ്രറി പുസ്തകങ്ങളും കൈമാറി. ഈ വർഷത്തെ സബ് ജില്ലാതല വായനാ മാസാചരണ പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് മത്സരത്തിൽ LP, UP, ഹൈസ്കൂൾ വിഭാഗത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കാൻ സാധിച്ചത് വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ പ്രവർത്തന മികവ് ഒന്നുകൊണ്ട് മാത്രമാണ്. സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടന കർമ്മം സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് ശ്രീ ഗിരീഷ് മാരേങ്ങലത്ത് നിർവഹിച്ചു. പ്രശസ്ത ഗായകരായ പ്രദീപ്, പ്രയാഗ്, ഷിബു എന്നിവരുടെ സംഗീത വിരുന്നും ഉണ്ടായിരുന്നു. ബഷീർ ദിനാചരണത്തോടനുബന്ധിച്ച് നടത്തിയ ബഷീർ കഥാപാത്രങ്ങളുടെ വേഷപ്പകർച്ച നിറപ്പകിട്ടുള്ളതായിരുന്നു. ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി നടത്തിയ യോഗ പരിശീലനത്തിന് സ്കൂൾ കൗൺസിലർ ജിഷ മടവത്ത് നേതൃത്വം നൽകി. ലഹരിക്കെതിരെ കൈകോർക്കാം എന്ന ആശയത്തിലൂന്നി വിദ്യാർത്ഥികൾക്കായി നടത്തിയ സുംബ ഡാൻസിന് കായികാധ്യാപകൻ ശ്രീ മുജീബ് DT നേതൃത്വം നൽകി. സ്കൂളിൽ നടന്ന പ്രതിഭാ സംഗമത്തിൽ SSLC, LSS, USS, NMMS, പലതുള്ളി സ്കോളർഷിപ്പ് പരീക്ഷ എന്നിവയിൽ വിജയിച്ചവരെ അനുമോദിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ VP ജസീറ അവർകൾ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ചാന്ദ്രദിനം ജൂലൈ 21 ചാന്ദ്രദിനം ബഹിരാകാശ സഞ്ചാരികളുടെ വേഷപ്പകർച്ച, സൗരയൂഥം പരിചയപ്പെടൽ, വീഡിയോ പ്രദർശനം, ക്വിസ് എന്നീ പരിപാടികളോടെ നടത്തപ്പെട്ടു. പരിസ്ഥിതി ക്ലബിന്റെയും മാതൃഭൂമി സീഡ് ക്ലബിന്റെയും നേതൃത്വത്തിൽ പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം എന്ന വിഷയത്തിൽ SRG കൺവീനർ രാകേഷ് ക്ലാസ് നയിച്ചു. വർക്ക് എക്സ്പീരിയൻസ് അധ്യാപിക അസ്മാബിയുടെ നേതൃത്വത്തിൽ പേപ്പർ ബാഗ് നിർമ്മാണ ശില്പശാലയും സംഘടിപ്പിച്ചു. സീഡ് കോർഡിനേറ്റർ ഫൗസി ടീച്ചറുടെ നേതൃത്വത്തിൽ സ്കൂളിനായി ഔഷധത്തോട്ട നിർമ്മാണത്തിന് തുടക്കം കുറിച്ചു. ഇൻസ്പിറോ 2K25 മോട്ടിവേഷണൽ സ്പീക്കറും റിട്ടയർഡ് അധ്യാപകനുമായ സുരേഷ് കൂടേരി നേതൃത്വം നൽകിയ ഇൻസ്പിറോ 2K25 പരിപാടിയിൽ അധ്യാപകർക്കും PTA, SMC, MTA, SSG അംഗങ്ങൾക്കും പ്രത്യേക ക്ലാസുകൾ നൽകി. SS ക്ലബിന്റെ നേതൃത്വത്തിൽ ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങളുടെ സഹായത്തോടുകൂടി സ്കൂൾ പാർലമെന്ററി ഇലക്ഷൻ നടത്തപ്പെട്ടു. ബിൻസിയ സ്കൂൾ ലീഡറായും അഭിനവ് കൃഷ്ണ KP സെക്കൻഡ് ലീഡറായും അഷ്നബ് തേർഡ് ലീഡറായും തെരഞ്ഞെടുക്കപ്പെട്ടു. രാജ്യത്തിന്റെ 71ാമത് സ്വാതന്ത്ര്യദിനാഘോഷം ഹെഡ്മിസ്ട്രസ് സിന്ധു ടീച്ചർ ദേശീയ പതാക ഉയർത്തി വർണ്ണാഭമായ പരിപാടികളോടെ നടത്തപ്പെട്ടു. പരിപാടിക്ക് മധുരമേകിക്കൊണ്ട് പായസ വിതരണവും ഉണ്ടായിരുന്നു. ഈ വർഷത്തെ ഓണാഘോഷം ആർപ്പോ 2K25 ഓണക്കളികളും ഓണപ്പൂക്കളവും ഓണസദ്യയും ഒരുക്കി കെങ്കേമമായി ആഘോഷിച്ചു. വിജയോത്സവം ഈ വർഷം ഉപജില്ലാ ശാസ്ത്രമേളയിൽ അഭിമാനാർഹമായ നേട്ടമാണ് വിദ്യാലയത്തിന് കൈവരിക്കാൻ സാധിച്ചത്. LP വിഭാഗം സാമൂഹ്യ ശാസ്ത്രമേളയിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ്, UP വിഭാഗം പ്രവൃത്തി പരിചയമേളയിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ്, ഹൈസ്കൂൾ വിഭാഗം ശാസ്ത്രമേളയിൽ സെക്കൻഡ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ്, ഹൈസ്കൂൾ വിഭാഗം മാത്സ് ഫെയർ തേർഡ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് എന്നിവ കരസ്ഥമാക്കാൻ സാധിച്ചു. നാസിക് ഡോളിന്റെ അകമ്പടിയോടെയാണ് ഈ വിജയം ആഘോഷിച്ചത്. കായിക രംഗത്ത് മികച്ച നേട്ടമാണ് ഈ വർഷം വിദ്യാലയം കരസ്ഥമാക്കിയത്. ക്രിക്കറ്റ്, ഹാൻഡ്ബോൾ, ഫുട്ബോൾ, ഖോഖോ, നെറ്റ്ബോൾ, ഷട്ടിൽ ബാഡ്മിന്റൺ, ചെസ്, കരാട്ടെ തുടങ്ങിയ മത്സര ഇനങ്ങളിൽ ജില്ലയെ പ്രതിനിധീകരിച്ച് 35ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ക്രിസ്തുമസ് ആഘോഷം ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സ്മരണ പുതുക്കുന്ന ക്രിസ്മസ് ആഘോഷത്തോടനുബന്ധിച്ച് കുട്ടികൾക്കായി പുൽക്കൂട്, ക്രിസ്മസ് അപ്പൂപ്പൻ, കേക്ക് വിതരണം എന്നിവ നടത്തി. SRGയുടെ നേതൃത്വത്തിൽ ഗൃഹസന്ദർശന പരിപാടി നടത്തിവരുന്നു. ഓരോ കുട്ടിയെയും അടുത്തറിയുക എന്ന ലക്ഷ്യത്തോടുകൂടി വീടുകൾ സന്ദർശിച്ച് ഓരോ കുട്ടികളെയും സംബന്ധിച്ച വിവരങ്ങൾ എന്റെ കുട്ടി എന്ന ഫയലിൽ രേഖപ്പെടുത്തുന്നു. റിട്ടയർഡ് അധ്യാപകൻ ഉമ്മർ മാഷിന്റെയും സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് ഗിരീഷ് മാരേങ്ങലത്തിന്റെയും നേതൃത്വത്തിൽ SSLC വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി മോട്ടിവേഷൻ ക്ലാസുകൾ സംഘടിപ്പിച്ചു. JRC സാമൂഹ്യ സേവന രംഗത്തും ആരോഗ്യ ബോധവൽക്കരണ രംഗത്തും തനത് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന JRC യൂണിറ്റ് നമ്മുടെ സ്കൂളിന്റെ അഭിമാനമാണ്. ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകളും സാമൂഹിക പ്രവർത്തനങ്ങളുമായി JRC വിദ്യാലയ പുരോഗതിയിൽ അവരുടെ പങ്കുവഹിക്കുന്നു. ഗവൺമെന്റ് ആശുപത്രികളിലും വിവിധ വൃദ്ധസദനങ്ങളിലും പൊതിച്ചോറ് വിതരണം നടത്തിയത് JRCയുടെ അഭിമാന പ്രവർത്തനമാണ്.
വളർന്നുവരുന്ന തലമുറയിൽ അച്ചടക്കവും രാജ്യസ്നേഹവും പൗരബോധവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച SPCയുടെ ഒരു യൂണിറ്റ് നമ്മുടെ സ്കൂളിലും പ്രവർത്തിച്ചു വരുന്നു. അച്ചടക്കം ശീലമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളോടൊപ്പം സമൂഹത്തിന് ഉപകാരപ്പെടുന്ന സന്നദ്ധ സേവനങ്ങളും മാനസിക ശാരീരിക ആരോഗ്യം നിലനിർത്തുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങളും SPC നടത്തിവരുന്നുണ്ട്. നമ്മുടെ വിദ്യാലയത്തിലെ സേവന സന്നദ്ധരായ ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയാണ് സ്കൗട്ട് യൂണിറ്റ്. സ്കൗട്ട് അധ്യാപക ട്രെയിനറായ D. ഉദയചന്ദ്രൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ്, പ്ലക്കാർഡ് നിർമ്മാണം, സ്കൂളിനൊരു പൂന്തോട്ടം, കൊല്ലം ജില്ലയിൽ ഷോക്കേറ്റ് മരിച്ച മിഥുൻ എന്ന വിദ്യാർത്ഥിക്ക് ധനസഹായം, മധുമല വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് സന്ദർശനം തുടങ്ങി ഒട്ടേറെ പ്രവർത്തനങ്ങൾ സ്കൗട്ട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടു. വിവര സാങ്കേതിക വിദ്യയിൽ വിദ്യാർത്ഥികളെ നിപുണരാക്കുകയും IT രംഗത്തെ പുതിയ പ്രവണതകളെ സ്വായത്തമാക്കുന്നതിനും പരിശീലനം നൽകുന്ന ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റ് സ്കൂളിൽ സജീവമാണ്. നിഷാൻ PKയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി റോബോട്ടിക് പരിശീലനം, സ്കൂളിലെ ഭിന്നശേഷി കുട്ടികൾക്ക് കമ്പ്യൂട്ടർ പരിശീലനം, രക്ഷിതാക്കൾക്ക് AI ബോധവൽക്കരണ ക്ലാസ്, സൈബർ സുരക്ഷാ ക്ലാസ് എന്നിവ സംഘടിപ്പിച്ചു. പലതുള്ളി സ്കൂൾ വിദ്യാർത്ഥികളിൽ സമ്പാദ്യശീലം വളർത്തുന്നതിന് സ്കൂൾ ആവിഷ്കരിച്ച തനത് പദ്ധതിയാണ് പലതുള്ളി സമ്പാദ്യ പദ്ധതി. വിദ്യാർത്ഥികളുടെ ചെറിയ ചെറിയ നാണയത്തൊട്ടുകൾ അവർക്ക് ഉപകാരപ്പെടുന്ന സമ്പാദ്യമായി മാറുന്നു. ഇതിൽ നിന്നും ലഭിക്കുന്ന ലാഭവിഹിതം സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഏറെ സഹായകരമാണ്. എല്ലാ വർഷവും പലതുള്ളി സ്കോളർഷിപ്പ് പരീക്ഷ നടത്തി വിജയികൾക്ക് ക്യാഷ് പ്രൈസും മെമന്റോയും നൽകി വരുന്നുണ്ട്. സമഗ്ര ശിക്ഷ കേരളം സ്റ്റാർസ് പദ്ധതിയിലൂടെ നമ്മുടെ സ്കൂളിൽ ലഭിച്ച ക്രിയേറ്റീവ് കോർണർ പദ്ധതിയിലൂടെ വിവിധ തൊഴിൽ പരിശീലനം വിദ്യാർത്ഥികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. LED ബൾബ് നിർമ്മാണം, ചവിട്ടി നിർമ്മാണം, പാചകം, സ്കൂളിലൊരു പച്ചക്കറിത്തോട്ടം, തയ്യൽ, ചൂൽ നിർമ്മാണം, പാഴ്വസ്തുക്കൾ ഉപയോഗിച്ചുള്ള ഉൽപ്പന്ന നിർമ്മാണം എന്നിവ ഇവയിൽ ചിലതു മാത്രമാണ്. മലപ്പുറത്ത് വെച്ച് നടന്ന ക്രിയേറ്റീവ് ഫെസ്റ്റിൽ നമ്മുടെ സ്കൂൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. പാലിയേറ്റീവ് കെയർ ദിനത്തോടനുബന്ധിച്ച് 20,000-ഓളം രൂപ കാളികാവ് പാലിയേറ്റീവ് കെയറിന് കൈമാറാൻ നമ്മുടെ വിദ്യാലയത്തിന് സാധിച്ചു. നമ്മുടെ വിദ്യാലയത്തിന്റെ അടിത്തറയായ പ്രീ പ്രൈമറിയിൽ 150ഓളം വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. മികച്ച ഭൗതിക സൗകര്യങ്ങൾ ലഭ്യമായ പ്രീ പ്രൈമറിയിലെ കുരുന്നുകൾക്ക് കലാ കായിക രംഗങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. ഡോക്ടർ ഫർഹാൻ ഔഷാദിന്റെ നേതൃത്വത്തിൽ അമ്മയറിയാൻ ബോധവൽക്കരണ ക്ലാസ്, അധ്യാപകർക്കായി ഓറിയന്റേഷൻ ക്ലാസ് എന്നിവ നടത്തപ്പെട്ടു. ടാലന്റ് സെർച്ച് പരീക്ഷയിൽ 100% വിജയവും സംസ്ഥാന തലത്തിൽ ആദ്യ റാങ്കുകളും കരസ്ഥമാക്കാൻ നമ്മുടെ മിടുക്കർക്ക് സാധിച്ചു. കേരളത്തിൽ നിന്ന് 100 വിദ്യാർത്ഥികൾക്ക് ISROയിൽ വെച്ച് ബഹിരാകാശ യാത്രികനായ ശുഭാംശു ശുക്ലയുമായി സംവദിക്കാൻ അവസരം ലഭിച്ചപ്പോൾ അതിൽ നമ്മുടെ വിദ്യാലയത്തിലെ നിഷാൻ PKയും പങ്കെടുത്തു. കൂടാതെ സബ് ജില്ലാ, ജില്ലാതല ക്വിസ് മത്സരങ്ങളിൽ ധാരാളം സമ്മാനങ്ങൾ നിഷാൻ PK കരസ്ഥമാക്കി. GHS അഞ്ചുചവടിയുടെ അഭിമാന താരം ആദർശ് T സബ് ജില്ലാ, ജില്ലാതല ക്വിസ് മത്സരങ്ങളിൽ ധാരാളം സമ്മാനങ്ങൾ നേടി. കൂടാതെ സംസ്ഥാനതല സ്വദേശ് മെഗാ ക്വിസിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കുവാൻ ആദർശിന് സാധിച്ചു. അതിലൂടെ 10,000 രൂപ ക്യാഷ് അവാർഡും മെമന്റോയും ഈ കൊച്ചുമിടുക്കൻ കരസ്ഥമാക്കി. അക്ഷരമുറ്റം സംസ്ഥാനതല ക്വിസ് മത്സരത്തിൽ മികച്ച പ്രകടനമാണ് ആദർശ് കാഴ്ചവെച്ചത്. കൂടാതെ കാളികാവ് പഞ്ചായത്തിലെ മികച്ച കുട്ടിക്കർഷക അവാർഡും നമ്മുടെ ആദർശ് കരസ്ഥമാക്കി. നല്ല പാഠം. പാഠ്യപദ്ധതിക്ക് പുറത്തെ പാഠങ്ങളിലേക്ക് കുട്ടികളുടെ മനസ്സും പ്രവൃത്തിയും എത്തുന്ന ഒട്ടേറെ സാമൂഹ്യ നന്മയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ നിറസാന്നിധ്യമാണ് നല്ല പാഠം ക്ലബ്. ഇതിന്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് ഹോം കെയറിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ പാലിയേറ്റീവ് വോളണ്ടിയേഴ്സായി സേവനമനുഷ്ഠിച്ചു വരുന്നു. ജില്ലാ BDK കോർഡിനേറ്റർ അരുൺ മഞ്ചേരിയുടെ നേതൃത്വത്തിൽ രക്തദാന ബോധവൽക്കരണ ക്ലാസ്, തുടർന്ന് MVR ക്യാൻസർ സെന്ററുമായി സഹകരിച്ച് NSC ക്ലബും നല്ലപാഠം ക്ലബും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇതിൽ വനിതകൾ ഉൾപ്പെടെ 60ഓളം പേർ പങ്കെടുത്തു. നിംസ് ഹോസ്പിറ്റൽ വണ്ടൂരും അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രി മഞ്ചേരിയുമായി സഹകരിച്ച് മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. 200ഓളം ആളുകൾ പങ്കെടുത്ത ക്യാമ്പ് വൻ വിജയമായിരുന്നു. മൂച്ചിക്കൽ പരിയങ്ങാട് അങ്കനവാടിയിലെ കുരുന്നുകൾക്കായി കളിപ്പാട്ട വിതരണം, ഇന്റർനാഷണൽ ചാരിറ്റി പ്രവർത്തകനായ അഷ്റഫ് ദോസ്തിന്റെ നേതൃത്വത്തിൽ കുടിവെള്ള പരിശോധന,
കാളികാവ് ഹിമ അഗതി മന്ദിരത്തിന് അവശ്യ സാധനങ്ങൾ കൈമാറൽ, പുന്നപ്പാല വേദഗായത്രി ബാലികാ സദനത്തിന് 100ഓളം ലൈബ്രറി പുസ്തകങ്ങളും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. നല്ല പാഠം ക്ലബിന്റെ നേതൃത്വത്തിൽ LP, UP, ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികൾക്കായി കേട്ടെഴുത്ത് മത്സരം സംഘടിപ്പിക്കുകയും വിജയികൾക്ക് സമ്മാനം വിതരണം ചെയ്യുകയും ചെയ്തു. ഹൈസ്കൂൾ വിഭാഗത്തിൽ വിജയിച്ച ഭവയ, റിദ ഷെറിൻ എന്നിവർക്ക് ജില്ലാതല മത്സരത്തിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിച്ചു. ഭവയ M പ്രത്യേക പ്രോത്സാഹന സമ്മാനത്തിന് അർഹയാവുകയും ചെയ്തു. ഒക്ടോബർ 2 സേവന വാരാഘോഷത്തിന്റെ ഭാഗമായി NSC ക്ലബ്ബുമായി സഹകരിച്ചുകൊണ്ട് പള്ളിശ്ശേരി മുതൽ മൂച്ചിക്കൽ വരെ നടപ്പാത ഒരുക്കൽ, ലഹരിക്കെതിരെ പോസ്റ്റർ രചന, 100ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്ത LED ബൾബ് ശില്പശാല, ലഹരിക്കെതിരെ സൈക്കിൾ റാലി, NSC ക്ലബിന്റെ അക്ഷരക്കൂട് വിപുലീകരണം, വീടിനൊരു കപ്പത്തൈ പദ്ധതി തുടങ്ങി ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് നല്ല പാഠം ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടത്. ഇത്തരം പ്രവർത്തന മികവിന്റെ ഫലമായി വിദ്യാലയത്തിന് മലയാള മനോരമ നല്ല പാഠം ജില്ലാതല മത്സരത്തിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കുവാൻ സാധിച്ചു. ഇതിലൂടെ വിദ്യാലയത്തിന് 10,000 രൂപ ക്യാഷ് അവാർഡും പ്രശസ്തി പത്രവും ലഭിച്ചു. മികച്ച കോർഡിനേറ്റർമാരായി പ്രഭ K, രാകേഷ് M എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. സംസ്ഥാനതല മികവുത്സവം കണ്ണൂരിൽ വെച്ച് നടന്നപ്പോൾ LP വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് കിറ്റ് അവതരിപ്പിക്കുവാൻ അവസരം ലഭിച്ചു. വളരെ മികച്ച പ്രകടനമായിരുന്നു എന്ന ജഡ്ജസിന്റെ വിലയിരുത്തൽ അഞ്ചച്ചവടി സ്കൂളിലൂടെ മലപ്പുറം ജില്ലയ്ക്ക് തന്നെ അഭിമാനമായി മാറി. We are proud of Team Malappuram. സാമൂഹ്യ നന്മയുള്ള പ്രവർത്തനങ്ങളുടെയും അക്കാദമിക മികവിന്റെയും അംഗീകാരമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ ഹരിത വിദ്യാലയം റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്ന വണ്ടൂർ ഉപജില്ലയിലെ ഏക വിദ്യാലയമായി GHS അഞ്ചച്ചവടിക്ക് മാറാൻ സാധിച്ചു. അഞ്ചച്ചവടി എന്ന ശാന്തസുന്ദര ഗ്രാമത്തിലെ എല്ലാ തലങ്ങളിലുമുള്ള സുമനസ്സുകളുടെ സഹകരണത്തോടുകൂടിയാണ് ഇത്തരം നേട്ടങ്ങൾ കൈവരിക്കാൻ നമ്മുടെ വിദ്യാലയത്തിന് സാധിച്ചത്. എല്ലാവരോടും ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്നുള്ള അഗൈധവമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു.